Voice of Marketing, in touch with positive people. ഞാൻ ജയകൃഷ്ണൻ. നമസ്കാരം. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഈഗോ, ഞാനെന്ന ഭാവം, അഹങ്കാരം, ഈ ഒരു ഫീലിംഗ്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാർക്കറ്റിൽ ഒഴിവാക്കേണ്ടതാണ്. ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു കാരണവശാലും ഈ പ്രോഡക്റ്റ് എടുക്കൂ, നല്ല പ്രോഡക്റ്റാണ്, ഇത് എടുക്കണം, ആ രീതിയിലുള്ള ഒരു അഹങ്കാരത്തോടെയുള്ള ടോൺ, വോയിസ് ടോൺ എന്ന് പറയും, ഒരു കമാൻഡിങ്, ഈ രീതിയിലുള്ള ഒരു സംസാരം ഒഴിവാക്കണം. സാർ, ഈ പ്രോഡക്റ്റ് സാറിന് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ്, സാർ ഈ പ്രോഡക്റ്റ് സാറിന് ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും, സാറിൻ്റെ പ്രശ്നങ്ങൾക്ക്, സാറിൻ്റെ പെയിൻ പോയിന്റിന് ഒരു ബെസ്റ്റ് സൊല്യൂഷനുള്ള പ്രോഡക്റ്റാണിത്, ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിരിക്കും സാർ. ഈ ഒരു ടോൺ, വോയിസ് ടോൺ ആയിരിക്കണം ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഇത് വാങ്ങണം, ഇത് വാങ്ങിച്ചോ, ആ ഒരു ധാർഷ്ട്യത, അഹങ്കാരം, ഇത് ഒഴിവാക്കണം. ഇത് ഒഴിവാക്കാത്ത രീതിയിൽ നിങ്ങൾ ഒരു കസ്റ്റമറോട്, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ക്ലയൻറ്റിനോട് ഡീൽ ചെയ്താൽ, ഇവൻ ആരാണ് എന്നോട് ഇത്ര ആജ്ഞാപിക്കാൻ, ഇത്ര ഓർഡർ ചെയ്യാൻ, ഇവൻ ആരാണ് എന്നുള്ളൊരു ഫീല് ആ കസ്റ്റമറിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പല എക്സ്പീരിയൻസും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സോഫ്റ്റായിട്ട് ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റണം. നിങ്ങൾ വലിയ പണ്ഡിതനോ വലിയ ഭയങ്കരമായ ഒരു നോളജിൻ്റെ കലവറയോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഒരു കസ്റ്റമറായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ആ ഇരിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മാനസിക തലത്തിലേക്ക്, ആ ആറ്റിറ്റ്യൂഡിലേക്ക്, ആ അവസ്ഥയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് ആ കസ്റ്റമറെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുക. അങ്ങനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യും, കേട്ടിട്ടില്ലേ? വളരെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് അത് ലിസൺ ചെയ്യാനുള്ള ഒരു ലിസണിങ് എബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അദ്ദേഹം പറയുന്ന പെയിൻ പോയിന്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റും, അത് നമ്മൾ സ്റ്റഡി ചെയ്യണം, സെർച്ച് ചെയ്യണം. അദ്ദേഹം പറയുന്ന പ്രശ്നങ്ങൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് എങ്ങനെ ആ ഒരു കാര്യത്തിന് ഒരു സൊല്യൂഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റും, ആ സൊല്യൂഷൻ ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റൻസ്, കൺസെൻറ്റ്, ഇതൊക്കെ ഒരു സെയിൽസ് ക്ലോസിങ്ങിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു ഈഗോ, ഞാൻ വലിയവനാണ്, ഒരു കസ്റ്റമറുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കരനാണ്, ഞാൻ അറിവിൻ്റെ കൂടാരമാണ്, ഞാൻ പറയുന്നത് നീ കേൾക്കണം, നീ അനുസരിക്കണം, നീ ആ പ്രോഡക്റ്റ് വാങ്ങിക്കണം, നടക്കില്ല ഈ മോഡേൺ മാർക്കറ്റിങ്ങിൽ. ഈ മോഡേൺ മാർക്കറ്റിംഗ് യുഗത്തിൽ കസ്റ്റമർ ഇസ് ദ കിങ്. പിന്നെ എങ്ങനെ ഒരു ഈഗോ ഇല്ലാതെ നമുക്കൊരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് വേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലിസണിങ്. കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ വളരെ ലിസൺ ചെയ്യാനുള്ള എബിലിറ്റി. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ സ്മൈൽ ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ഫേസിലേക്ക് നോക്കി വളരെയധികം ശ്രദ്ധയോടെ, ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ പെയിൻ പോയിന്റ്, പ്രശ്നങ്ങൾ എന്താണ്, അത് കൃത്യമായി നിങ്ങളുടെ ഡയറിയിൽ, നിങ്ങൾ നോട്ട് പാഡോ ഡയറിയോ ഉണ്ടെങ്കിൽ കൃത്യമായി നോട്ട് ചെയ്തെടുക്കുകയും, അത് ഒരു ക്ലാസ്സിലെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് കൃത്യമായി ഇത് പ്രസൻറ്റേഷൻ ചെയ്യാനാണ് വേണ്ടിയിട്ടാണ്, എൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായി അയാൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് ഒരു കസ്റ്റമർ കേൾക്കാൻ, വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് കുറച്ചുകൂടി നിങ്ങൾ ലിസണിങ് കൊടുത്താൽ, ശ്രദ്ധ കൊടുത്താൽ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച്, കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ആ സെയിൽ ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടും. കാരണം നിങ്ങൾ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ തെളിവാണ് ഒരു സ്മൈലോട് കൂടി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്നു, ആ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ പേര് ആദ്യം നോട്ട് ചെയ്ത് വെക്കണം. പ്രശാന്ത് സാറേ എന്ന് വിളിച്ച് സംസാരിക്കണം. അങ്ങനെ ഒരാളുടെ പേര് വിളിച്ചിട്ട് വേണം നിങ്ങളുടെ ടോൺ, നിങ്ങളുടെ സംസാരം ആരംഭിക്കാൻ.
അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ പെയിൻ പോയിന്റ് എന്തൊക്കെയാണ് അദ്ദേഹം ഫേസ് ചെയ്യുന്നത്? കസ്റ്റമറുടെ മുന്നിൽ ഒരു ഈഗോ വേണ്ട. ഒരാൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ എളിമയോടെ വിനയത്തോടെ ഒരു സെയിൽസ് പേഴ്സൺ നിൽക്കുന്നത് ഒരിക്കലും ഒരു ഒരു മോശപ്പെട്ട ഒരു കാര്യമല്ല. അത് നമ്മൾ എത്രമാത്രം ഈ ലോകത്ത് പ്രത്യേകിച്ച് സെയിൽസ് പേഴ്സൺ വിനീതനാകുന്നുവോ അത്രമാത്രം നിങ്ങൾ സെയിൽ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അടുത്ത് വരും എന്നുള്ള കാര്യത്തിൽ അത് 100% ഒരു ക്ലോസിംഗ് സ്റ്റേജിലേക്ക് സെയിൽ വരണമെങ്കിൽ നമ്മൾ വിനീതനായിരിക്കണം കസ്റ്റമറുടെ മുന്നിൽ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടുകൊണ്ട് അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റണം. ഒരു 70% കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ 30% സംസാരിച്ചാലും മതി. കസ്റ്റമറുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞ ശേഷം മനസ്സിലാക്കിയ ശേഷം പ്രൈസിങ്ങിനെ കുറിച്ച് കൃത്യമായ രീതി ഒരു വാല്യൂ കൊടുക്കുക. പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ ആ സെയിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഈഗോ, നമ്മളെന്ന ഈഗോ, ഞാനെന്ന ഭാവം അത് സെയിൽസിൽ മാർക്കറ്റിങ്ങിൽ എടുത്തു കളഞ്ഞ് കസ്റ്റമറായിട്ട് മീറ്റ് ചെയ്യാൻ കഴിയണം. അതുപോലെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്ന സർവീസ്, എന്തൊക്കെ സർവീസ് കൊടുക്കുന്നു, നമ്മൾ എന്തൊക്കെ ഗ്യാരണ്ടി കൊടുക്കുന്നു, അതെല്ലാം കൃത്യമായിട്ട് കസ്റ്റമറെ മനസ്സിലാക്കുന്ന രീതിയിൽ അതിൻ്റെ വാല്യൂ പ്രൈസ് വേരിയേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഞങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഈ കാര്യമാണ് സാർ ഉദ്ദേശിക്കുന്ന. കാരണം എന്തുകൊണ്ടാണ് സാർ ഉദ്ദേശിക്കുന്ന കാര്യം ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്? ലിസൺ ചെയ്തു, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി. ഒരു ഡോക്ടറുടെ മുന്നിലേക്ക് എത്തുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എന്താണ് അങ്ങയുടെ അസുഖം, എന്താണ് പ്രശ്നം, എന്താണെന്ന് അസുഖത്തെക്കുറിച്ച് ചോദിച്ച ശേഷം അതിനെക്കുറിച്ച് ലിസൺ ചെയ്ത ശേഷമാണ് മെഡിസിൻ എഴുതുന്നത്. അതുപോലെ ലിസൺ ചെയ്യാൻ, കസ്റ്റമറെ ലിസൺ ചെയ്ത് അതിൻ്റെ പ്രോബ്ലം, ഈ ഗ്യാരണ്ടിക്ക് പ്രാധാന്യമാണ് ആ കസ്റ്റമർ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ സർവീസാണ്, പ്രൈസ് വേരിയേഷനാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണ് സർവീസ് കൊടുക്കണമെങ്കിൽ ആ കസ്റ്റമറെ പഠിച്ച ശേഷം കസ്റ്റമർക്ക് ആവശ്യമുള്ള നീഡ്സ് നമുക്ക് സർവീസ് ചെയ്യാൻ, നമുക്ക് കൊടുക്കാൻ സാധിക്കണമെങ്കിൽ കൃത്യമായിട്ട് കസ്റ്റമറെ ലിസൺ ചെയ്തിരിക്കണം, അയാളെ പഠിച്ചിരിക്കണം, അദ്ദേഹത്തിൻ്റെ പെയിൻ പോയിന്റ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. പലരും പറയുന്നത് കേട്ടോ, ഈ സെയിൽ ക്ലോസ് ചെയ്യാൻ അപാരമായ ഒരു സെയിൽസ് പേഴ്സണ് വേണ്ട ക്വാളിറ്റി, പ്രോഡക്റ്റ് നോളജ്, പ്രോഡക്റ്റിനെ കുറിച്ച് ഇംഗ്ലീഷിൽ മറിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ മലയാളത്തിൽ തകർക്കാനുള്ള കഴിവ്, ഇതൊന്നുമല്ല. ബിഹേവിങ് ഹാബിറ്റ്, നല്ല ബെസ്റ്റ് ബിഹേവിങ് ഹാബിറ്റ് ഒരു സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കണം. സമൂഹത്തിൽ എല്ലാവരോടും ക്ഷമിക്കാനും വിനീതനായിട്ട് ഇരിക്കാനും ശ്രമിക്കുക. ഒരാളെ കുറിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അയാളെക്കുറിച്ചുള്ള വിദ്വേഷങ്ങൾ, അയാളെക്കുറിച്ചിട്ടുള്ള നെഗറ്റീവുകൾ നമ്മുടെ തലയിൽ ചുമക്കാതിരിക്കുക. അങ്ങനെ ചുമന്നാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. നമുക്ക് ആക്റ്റീവാവാൻ ജീവിതത്തിൽ സാധിക്കില്ല. ആ ചിന്തകളായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല ബിഹേവിങ് ഹാബിറ്റ്, ഒരു കസ്റ്റമറിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായാലും നിങ്ങളെന്ന വ്യക്തി, നിങ്ങളെന്ന സെയിൽസ് പേഴ്സൺ ആരാണ്, നിങ്ങളെന്ന എൻ്റർപ്രനർ ആരാണ്, നിങ്ങളെന്ന ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തി ആരാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ബിഹേവിങ് ഹാബിറ്റ് ബെസ്റ്റായിരിക്കണം. സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റണം, സ്മൈലായിട്ട് ഇടപഴകാൻ പറ്റണം. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ലിസൺ ചെയ്ത് നോട്ട് ചെയ്ത് അവരുടെ പെയിൻ പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഈ എപ്പിസോഡ് ക്ലോസ് ചെയ്യുമ്പോൾ ഈഗോ അത് വീട്ടിൽ വെച്ചേക്കുക. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.